കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച പണം പോലും പിണറായി സർക്കാർ പാഴാക്കിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പാർലമെന്റിലാണ് കേന്ദ്ര ധനമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കേരളത്തിന് അനുവദിച്ച 311.95 കോടി രൂപയിൽ 1 രൂപ പോലും കൈപ്പറ്റിയില്ലെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇടതു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടുന്ന വെളിപ്പെടുത്തലുമായി നിർമ്മല സീതാരാമൻ രംഗത്തെത്തിയത്. ആ വാക്കുകൾ കേൾക്കാം. Despite the allocation, the Kerala government has not even drawn the amount. So, for instance, amount approved is 311.95 for the National Disaster Mitigation Fund, and that includes specifically 72 crores for risk mitigation project in the landslide affected territories of Wayanad. 17.73 crore is approved under the forest fire mitigation program, which is not Wayanad landslide, but it is disaster related. And 222.22 crore has been approved under the urban flood risk management program phase 2, and that is for Thiruvananthapuram city. I'm just putting all together of Kerala and saying for that 311.95 crore which is approved, zero is the amount released. I will release only when the state applies for it, asks for it, or quotes something for it. So approval is one thing, applying and seeking it is another. യെസ്, നന്ദഗോപൻ ഒപ്പം ശരിയാണ്. നന്ദഗോപൻ, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്ക നിവാരണത്തിന് കോടികൾ കൊടുക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുകൂടാതെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. 311 കോടിയിലേറെ രൂപ. നോക്കൂ, നാളെ കടമെടുക്കാൻ പോവുകയാണ്. വീണ്ടും പെൻഷൻ കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത കാരണത്താൽ കടമെടുക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ വലിയൊരു കടക്കണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൊടുക്കുന്ന പണം വിനിയോഗിക്കാതെ കിട്ടിയില്ല എന്ന് മുതലക്കണ്ണിയിലൊഴുക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിനെ തുറന്നു കാട്ടുകയായിരുന്നു നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ. കൃഷ്ണരാജ്, കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴും കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് കേരളം കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത്. 311.95 കോടി രൂപയാണ് ഇത്തരത്തിൽ കേരളം പാഴാക്കിയത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപേക്ഷ സമർപ്പിക്കുവാൻ കേരളം തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇതിൽ വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. വയനാട്ടിലേക്ക് മാത്രം ഏതാണ്ട് 72 കോടി രൂപയുണ്ട്. മാത്രമല്ല കാട്ടുതീ തടയുന്നതിനായി ഏതാണ്ട് 17.73 കോടി രൂപയും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് തുക 1 രൂപ പോലും ഇത്തരത്തിൽ വാങ്ങുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വാങ്ങിയ തുകയുടെ 2ാം ഗഡു നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. ആദ്യ ഗഡു നൽകിയതിൻ്റെ, അത് വിനിയോഗിച്ചതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെയായിട്ടും കേരളം നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. നേരത്തെയും കേരളത്തിനെതിരെ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതായത് കൃത്യസമയത്ത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ കേരളത്തിന് കൂടുതൽ തുക അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതും നേരത്തെ മന്ത്രി വ്യക്തമാക്കിയതായിരുന്നു. യഥാസമയം ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല, അതുകൊണ്ട് 2ാം ഗഡു ലഭിക്കുന്നില്ല. മാത്രമല്ല 1ാം ഗഡു അനുവദിച്ചതുപോലും 1 രൂപ അതിലെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. അതിനുവേണ്ട ആപ്ലിക്കേഷൻ നടപടികളിലേക്ക് കടക്കുവാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചത്. അതിൽ ഈ തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കം തടയലിൻ്റെ ഭാഗമായിട്ടുള്ള 2ാം ഗഡു അത് അനുവദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ നിരവധി സംസ്ഥാനങ്ങൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ നിരവധി സംസ്ഥാനങ്ങളിൽ സമാനമായ സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ് ധനമന്ത്രി സൂചിപ്പിച്ചത്. അതിൽ കേരളത്തിൻ്റെയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. കേരളമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വലിയ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനവും. എന്നാൽ ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേന്ദ്ര സർക്കാർ നൽകുന്ന തുക യഥാസമയം ചെലവഴിക്കുവാനോ അല്ലെങ്കിൽ അത് എടുക്കുവാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇത് കാണേണ്ടതാണ്. കേന്ദ്ര സർക്കാരിനെതിരെ മുറവിലി കൂട്ടുന്ന കേരളത്തിൽ നിന്നുമുള്ള എംപിമാർ ഇത് കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് ഫണ്ട് അനുവദിച്ച പണം പോലും പിണറായി സർക്കാർ പാഴാക്കിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിലാണ് ഇത് പറയുന്നതെന്ന് ഓർമ്മ വേണം. കൃത്യമായ തെളിവുകളടക്കം അത് പറയുകയാണ്. കേരളത്തിന് അനുവദിച്ച 311.95 കോടി രൂപയിൽ 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല
എന്ന് പറയുമ്പോൾ ഈ സർക്കാർ അതിന് മറുപടി പറയണം. സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ അടക്കമുള്ളവർ കൃത്യമായി ഇതിന് മറുപടി നൽകേണ്ട സമയമായിരിക്കുന്നു.